അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും കാറിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹാരിയർ ആൻഡ് നമ്മുടെ പ്രജിമോനാണ്. പ്രജിമോനെ നമ്മുടെ വീഡിയോസിൽ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടു കാണും. കുറേ വീഡിയോസിലായിട്ട് ഇപ്പോൾ പ്രജിമോൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആൻഡ് സോ ഇവൻ എന്തായാലും ഹാരിയർ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. സോ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു 2 സർവീസ് ചെയ്തേക്കുന്നതിൻ്റെ മാത്രമുള്ള എക്സ്പീരിയൻസ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചു? ഇപ്പോൾ ഒരു 5000 കിലോമീറ്റർ. ഓക്കെ, 5000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയാനുള്ളൊരു അറിവ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ NDPC എന്ന് പറഞ്ഞ മനോഹരമായ നമ്മളെപ്പോഴും കാറൊക്കെ ഷൂട്ട് ചെയ്യുക, കാറിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിൽ എൻ്റെ കാർ കിടപ്പുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ പ്രജിമോൻ്റെ ഹാരിയർ 2024 മോഡൽ അല്ലേ? അതെ. സോ ഇതിൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ, ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു പുതിയ ഹാരിയർ 2025 എടുക്കുമ്പോൾ ആ ആൾക്ക് സഹായം ആവുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും ഈ വീഡിയോയിൽ. അത്യാവശ്യം കിട്ടും. എന്തായാലും വണ്ടിയുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നവനല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടണം. ഓക്കെ ഓക്കെ, ഇതാണ് പ്രജിമോന്റെ ഹാരിയർ. ഇതെന്താ HR എന്താ? HR ഫാമിലി പുറത്താണ്, ഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എൻ്റെ അല്ല, അമ്മയുടെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവർ എന്നുള്ളത്. പക്ഷെ ഓടിക്കുന്നത് പ്രജിമോനാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ വണ്ടിയെ പറ്റി എല്ലാം പറയാൻ പറ്റുമല്ലോ? ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. വണ്ടി എൻ്റെ ആണെന്നാലും തെറ്റിദ്ധരിക്കരുത്, വീട്ടിലെ വണ്ടിയാണ്. ഓക്കെ, ഹാരിയർ ഏത് മോഡലാണ്? ഇതിപ്പോൾ 2024. ഓക്കെ, ഇത് വെർഷൻ വൈസ് ഹാരിയർ എത്ര ടൈപ്പിൽ വരുന്നുണ്ട്? 2 ടൈപ്പിലാണ് വരുന്നത്. നേരത്തെ വേർഷനും ഇപ്പോഴത്തെ വേർഷനും തമ്മിൽ നല്ല രീതിയിലുള്ള ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി, കാരണം ഇവിടെ നിന്നുള്ള DRL തൊട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഒരു പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളതെന്ന് പറയുമ്പം അഡ്വഞ്ചർ പ്ലസ് ഡാർക്ക് എഡിഷൻ ആണ്. മൊത്തം എത്ര വേരിയന്റ് ഉണ്ട്? അത് കുറച്ചധികം വേരിയന്റ് ഉണ്ട്. S+O അങ്ങനെ ഇഷ്ടംപോലെ വേരിയന്റ് ഉണ്ട്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ മിഡിൽ നിൽക്കുന്നതാണോ ടോപ്പിൽ നിൽക്കുന്നതാണോ ഏറ്റവും താഴെയാണോ? ടോപ്പിൽ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ അഡ്വഞ്ചർ പ്ലസ് ഡാർക്ക് എഡിഷൻ. ഓക്കെ, അഡ്വഞ്ചർ പ്ലസ്. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്കാണ് ഫിയർലെസ് വരുന്നത്. ഇതിന്റെ മണ്ടയ്ക്കാണ് ഫിയർലെസ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അത് ഇതും തമ്മിൽ കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള ഇതുണ്ട്. അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതിനകത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ 19 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. ഇതിന് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ക്രയോടെക് 170 ഡീസൽ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? മൈലേജിന്റെ ഫാക്ടറിലേക്ക് നോക്കാം. ഞാൻ മൈലേജ് ചോദിച്ചില്ലേ? മൈലേജിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. ആദ്യം നമുക്ക് ലുക്കിന്റെ ഫാക്ടർ നോക്കാം. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്? ഇതിനകത്തിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ലോഗോ വരുന്നത് ഡീക്രോംഡ് ആണ്. ഓക്കെ, ലോഗോ ഇത് പുതിയ ടാറ്റയുടെ ലോഗോ. ഇത് അതിന്റെ പുതിയ മോഡലൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് നോക്കുവാണെങ്കിൽ LED അല്ലേ? എല്ലാം LED അല്ലേ? അതെ അതെ. ഓക്കെ, ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് ആണ്. ആണല്ലോ? അതെ. ആണോ? ഓട്ടോ ഡിമ്മും കാര്യങ്ങളൊന്നും ഇല്ല, ബ്രൈറ്റും ഇല്ല. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. രാത്രി ആകുമ്പോൾ തന്നെ ഓൺ ആവും, അത്രേ ഉള്ളൂ. വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് അല്ല. അത് ഫിയർലെസ്സിന് മാത്രമേ ഫിയർലെസ്സിലേ വരുന്നുള്ളൂ. ഓക്കെ, ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രില്ല് കാണാം മനോഹരമായിട്ട്. ആൻഡ് താഴെ ഭയങ്കരമായിട്ട് എയർ പോകുന്ന രീതിയിൽ ഇതൊക്കെ വർക്കിംഗ് ആണ് അവിടെ? അതെ വർക്കിംഗ് ആണ്. ഓ നൈസ്. പിന്നെ വണ്ടി ഈ ഹാരിയറിലോട്ട് വരാനുള്ള കാരണം എന്താ? ഹാരിയറിലേക്ക് വരാനുള്ള കാരണം അമ്മ എടുത്ത വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അമ്മ നേരത്തെ യൂസ് ചെയ്തേക്കുന്നത് 700 കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഡാർക്ക് വേരിയൻസ് എന്ന് പറയുമ്പം ഡാർക്സിനോട് അറിയാമല്ലോ, ഒരു മാഫിയ സ്പെക്ക് വണ്ടികളോട് അമ്മയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പം ഹാരിയർ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ദാറ്റ്സ് ഓൾ. അങ്ങനെ എടുത്തു? അല്ല, നീ സജഷൻ ലൈക്ക് അങ്ങനെ വല്ലതും കൊടുത്തായിരുന്നു? ഈ ഹാരിയർ എടുത്താൽ മതി, അത് മതി, ഇത് മതി, ലൈക്ക് കുറേ ആണല്ലോ. ഇപ്പോൾ നമുക്ക് XUV ഉണ്ട്, കോമ്പസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഈ വണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്കാണ് കൂടുതൽ പ്രിഫറൻസ്. കാരണം അമ്മ എടുക്കുന്നൊരു വണ്ടിയല്ലേ, അപ്പോൾ അമ്മയ്ക്കാണ് ഞാൻ പ്രിഫറൻസ് കൂടുതൽ കൊടുത്തത്. അപ്പോൾ അമ്മ അത്യാവശ്യം കാറുകളെ പറ്റിയൊക്കെ നോളജ് ഉള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഹാരിയർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി എനിക്കും ഹാരിയറിനോട് നോ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്കും ബ്ലാക്ക് വണ്ടികളോടും ഇന്റീരിയറെല്ലാം ബ്ലാക്ക് വരുന്ന വണ്ടികളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഇവനോടാണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഒരു മാഫിയ സ്പെക്ക് എന്ന് എപ്പോഴും ഒരു 10,000 വട്ടം പറയും. അത് ഞങ്ങൾ ഈ വണ്ടി കൊണ്ടിട്ട് ടിൻറ്റ് അടിച്ചായിരുന്നു. ഇത് നമ്മൾ 50% ടിൻറ്റ് ഇവിടെ എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചു. അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് വണ്ടി ശരിക്കും മാഫിയ സ്പെക്കായി. ഈ സാധാരണ ഒരു വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന അലോയ്സ് അത്ര വലിയ കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എപ്പോഴും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ അലോയ്സ് വരുമ്പോഴത്തേക്ക് കലക്കൻ അലോയ്സ് ആണ്. അതാ ഞാൻ സാധാരണ ഈ ടാറ്റയ്ക്ക്, എനിക്ക് പേഴ്സണലി അങ്ങനെ ടാറ്റയുടെ അലോയ്സ് ഒന്നും ഇഷ്ടമല്ല. പണ്ടത്തെ നെക്സോൺ ആണെങ്കിലും ടിയാഗോയുടെ ഒന്നും അലോയ് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇച്ചിരി കാണാൻ രസമുണ്ട്. ബ്ലാക്ക് ആണെങ്കിലും ഒരു ഫീൽ ഉണ്ട് വേറെ. കോസ്മെറ്റിക് സൈഡിലേക്ക് എനിക്ക് വലിയ നീ എപ്പോഴും എഞ്ചിൻ സൈഡിലോട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഞാൻ കോസ്മെറ്റിക് സൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പ്രജിമോൻ എഞ്ചിൻ സൈഡ് ചോദിക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ എന്ന് തോന്നുന്നു. സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ സൈഡിൽ വണ്ടി കാണുന്ന വ്യൂ അത്യാവശ്യം നല്ല ഹെവി വണ്ടിയാണ് ഹാരിയർ. ഇതൊരു 30 ലക്ഷം 32 ലക്ഷം രൂപയ്ക്കകത്ത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡിൽ ഇറക്കാൻ സാധിക്കും. എന്താണ് പ്രജിമോൻ? 25-26 ലക്ഷം തൊട്ട് ഹാരിയർ ഓൺ റോഡ് ഇറക്കാം. ബേസ് തൊട്ട് 32-33 വരെ, അത് ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഒരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡാർക്ക് എഡിഷൻ ഇറക്കാം. എനിക്കൊന്ന് ഹാരിയറിന് ബേസ് വേരിയന്റിൽ എല്ലാത്തിനും ഡാർക്ക് എഡിഷൻ ഉണ്ടല്ലേ?
ബേസ് വേരിയന്റിനല്ല, ഇതിന്റെ തൊട്ടൊരു താഴത്തെ മിഡിലോട്ട് മുകളിലോട്ട് എല്ലാത്തിനും എല്ലാ വേരിയന്റും ഡാർക്ക് എഡിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് എഡിഷൻ എടുക്കാൻ വേണ്ടി മറ്റേ നോർമൽ ടാറ്റയുടെ പരിപാടി പോലെ ഫുൾ ഓപ്ഷനിൽ തന്നെ ഡാർക്ക് എഡിഷൻ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. മിഡിൽ വേരിയന്റ് തൊട്ട് നിങ്ങൾക്ക് ഡാർക്ക് എഡിഷൻ എടുക്കാം. ആൻഡ് ഡാർക്ക് എഡിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സൈഡിൽ ഇതുപോലെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ബാക്ക് സൈഡ് എനിക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ആക്ച്വലി കുറച്ചുകൂടി ഇഷ്ടം. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർച്യൂണർ ഒരു ഫോർച്യൂണറിൻ്റെ ഒരു ടച്ച് ചെറുതായിട്ട്, പിന്നെ ഒരു റേഞ്ച് റോവറിൻ്റെ ഒരു ടച്ച്, എന്തൊക്കെയോ ഒരു ടച്ച് ഉണ്ടല്ലേ. ഇതിന്റെ പ്ലാറ്റ്ഫോം വരുന്നത് ഒമേഗ പ്ലാറ്റ്ഫോം ആണ്. അപ്പം അത് തന്നെയാണ് പണ്ട് തൊട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് തന്നെ. ഇത് ലാൻഡ് റോവറിന്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നോക്കിയൊക്കെയോ നോക്കുമ്പോൾ ഇതിനൊരു റോവർ ടച്ച് വരുന്നുണ്ട്. അത് മാത്രമല്ല കോസ്മെറ്റിക് സൈഡിൽ അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ. ഇപ്പൊ ഇന്റീരിയറിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ഇതിന്റെ ഒരു, നമുക്കിപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ചിലവർ വണ്ടിക്കകത്ത് കയറുന്നതിന് മുന്നേ ഓക്കെ ടാറ്റ എന്നുള്ള ഫീലിലായിരിക്കും കയറുന്നത്. അകത്ത് കയറി കഴിയുമ്പോൾ ഇതിന്റെ പ്രീമിയംനെസ് കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓഹോ ഇതിന് ഇത്രയും പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ്. റോവറിനെ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിൽ അവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ബൂമായിട്ടുണ്ട്. യെസ്. ആൻഡ് ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല ഹെവി ഫീലാണ് ഗൈസ്. നല്ല ഒരു കലക്കൻ ഒരു ആനക്കുട്ടി എന്ന് തന്നെ നമുക്ക് വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം. ബാക്ക് സൈഡിലാണെങ്കിൽ റിവേഴ്സ് ലൈറ്റ്, റിഫ്ലക്ടേഴ്സ്, ഈ കാണുന്ന ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, ആൻഡ് നമ്പർ പ്ലേറ്റ്, ആൻഡ് ഡിക്കി സ്പേസ് നമുക്ക് തുറക്കാം. എവിടെ തുറക്കാം? കാലിട്ട് തുറക്കും. അത് ഫുൾ ഓപ്ഷൻ ആണോ തുറക്കുന്നത്? എങ്ങനെയാണ്? ഫുൾ ഓപ്ഷൻ മാത്രമേ. തൊട്ട് താഴെയുള്ള സാധനം കൊടുക്കുന്നില്ല. അതൊക്കെ ശരിക്കും തൊട്ട് താഴെ കൊടുക്കണം അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല. എനിക്ക് എത്ര ലിറ്റർ? 400 ഉണ്ടോ? 400ന്റെ മുകളിലുണ്ടോ? എൻ്റെ പുറകിലത്തെ സ്ഥലം നോക്കുക ഗൈസ്, ഭയങ്കര രസം. ഇവിടെ ചില സമയത്ത് വൈകുന്നേരങ്ങളിൽ ഭയങ്കര ബ്യൂട്ടിയാണ് ഗൈസ്. ചില സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫ്രെയിം ഒക്കെ നല്ല ജിൽ 445 ലിറ്റർ. എത്ര? 445. 445. അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട്. ലിറ്റർ കണക്കൊക്കെ സൈഡിൽ ഇരുന്നാൽ പോലും അത്യാവശ്യം ഒരു 4 വലിയ ബാഗൊക്കെ, എയർപോർട്ടിൽ പോകാനുള്ള 4, ഇതൊക്കെ എപ്പോഴും എയർപോർട്ട് ഓട്ടോ ഒക്കെ ഓടുന്ന വണ്ടിയാണ്. കാരണം പ്രജൻ്റെ അമ്മ ഡൽഹിയാണ്. സോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഭയങ്കരമായിട്ട് ലഗേജ് ഇരിക്കും. അത് ഞാൻ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇവിടെ ബാക്ക് സൈഡിൽ വരുന്നില്ലല്ലോ, ഇവിടെ ഹുക്ക് ഉണ്ട്, എന്തോ ഉണ്ടല്ലേ, ആ സൈഡിൽ എന്തോ ഹുക്ക് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡിൽ, അല്ലാതെ പറയാൻ. പിന്നെ ചാർജിങ് പോയിന്റ്സ് ഒന്നും നമുക്ക് വരുന്നില്ല. എനിവേ ഇത്രയേ ഉള്ളൂ ബാക്ക് സൈഡിലായിട്ട്. ഈ ഒരു ബട്ടൺ എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ഇത് വർക്കിംഗ് ആയിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊണ്ടുവരാം. ആൻഡ് ഈ മോഡലിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേര് ഹാരിയർ അഡ്വഞ്ചർ പ്ലസ് ഡാർക്ക് എഡിഷൻ. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകാം. കമോൺ ലെറ്റ്സ് ഗോ. അല്ല, അതിനു മുമ്പ് പ്രജിമോന് 2 വാക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് ബോണറ്റ് തുറക്കിപ്പിക്കാം. എന്താണ് ബോണറ്റിനകത്തുള്ളത്? ബോണറ്റിനകത്ത് എന്തുവാ ക്രയോടെക്കിൻ്റെ 170 എഞ്ചിനാണ് വരുന്നത്. ഈ സെയിം എഞ്ചിൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കോമ്പസിനകത്തും ഹെക്ടറിനകത്തൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 165 HP 350 Nm ഓഫ് ടോർഗുമാണ്. ഇതിൻ്റെ ടോർക്ക് ഫീച്ചേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു ടെർബോ ലാഗ് നമുക്ക് ഫീൽ ചെയ്യാൻ നോർമൽ എക്കണോമിക്. ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇത് ഓട്ടോമാറ്റിക് ആണ്, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ്, ഡീസലാണ്. അപ്പോൾ ഡീസൽ ടെർബോ എഞ്ചിനാണ്. അതെ. അപ്പോൾ ഇതിനകത്ത് ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന സമയത്ത് ഒരു ടെർബോ ലാഗ് ഫീൽ ചെയ്യാറുണ്ടോ? അതെ, ചെറിയ എക്കണോമിയിലൊക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു 1200 RPM ഒക്കെ കട്ടാവുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ സ്പോർട്സ് മോഡിൽ അത്രയ്ക്ക് ലാഗ് ഫീൽ ചെയ്യാറില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു മിക്ക എല്ലാ വണ്ടികളെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ആ ഒരു സ്വിച്ച് ചെയ്യുന്നതിന്, ഇപ്പം നീ ആയാലും ഓടിച്ചു നോക്കിയിട്ടുണ്ട്, അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലോ. വലുതായിട്ട് തോന്നില്ല. പക്ഷേ സ്പോർട്സ് മോഡിലിട്ട് നമുക്ക് ഡെയിലി അങ്ങോട്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. സ്പോർട്സ് മോഡിലിട്ട് ഡെയിലി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ലാഗ് വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിലിട്ട് കളിക്കുക. അതും എന്താ നല്ല ടോർക്കിയർ ആണ്. ഒബ്വിയസ്ലി ഡീസൽ എഞ്ചിനാണ്, നല്ല ടോർക്കിയർ ആണ്. ഹൈ റെവിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനിഷ്യൽ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് അതൊരു ചെറിയൊരു ഫീഡ്ബാക്ക് ലോ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇൻ ലോങ് റൺ ഇറ്റ് ഇസ് ഗുഡ്, സെറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഈ വെൽക്കമിങ് ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വേരിയന്റ് വരുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ജസ്റ്റ് ഓപ്പൺ ആകും, ജസ്റ്റ് കീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. കീ ഇപ്പോഴും പഴയ തന്നെയാണ്, നമ്മൾ കെർവിൽ കണ്ടാക്കുന്ന മോഡലല്ല. ഇതിപ്പോൾ മറ്റേ ഓൺലൈനിൽ നിന്ന് മേടിച്ചേക്കുന്ന സാധനം വെച്ചിട്ട് കീ മോഡിഫൈ ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കീക്കകത്ത് ഹെഡ് ലൈറ്റിൻ്റെ ഇതുണ്ട്. ഹെഡ് ലൈറ്റ് വെക്കുമ്പോൾ ലൈക്ക് ഓക്കെ ഹെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് മതി. വെൽക്കമിങ് ഇല്ലെങ്കിലും വലിയ അങ്ങനെ നഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടോ? ഇത് എപ്പോഴും ബഗ്ഗാന്നാണ് കേട്ടിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ മേടിച്ചവർക്കെല്ലാം ബഗ് കൂടുന്നുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്, ലോക്ക് അൺലോക്ക്. ബേസിക് കീ ആണ് ഇത്, പ്ലാസ്റ്റിക് കീ ആണ് ബേസിക്കലി. അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തത് മാത്രം. ആൻഡ് അതോടെ കയറാം. ഒരു കാര്യം പറയണം ഗൈസ്, ഹെവി വണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹെവി വണ്ടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇതുവരെ തോന്നിയിട്ടില്ല. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പ്രജുമോൻ, ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഏതോ ഒരു ലക്ഷറി വണ്ടി കയറി ഫീൽ. സത്യം പറഞ്ഞാൽ ഇപ്പം അത് യൂസ്ഡ് ആയല്ലോ.
ഇപ്പോഴാണല്ലോ ഞാൻ ടാറ്റയുടെ വണ്ടികളിൽ അങ്ങനെ പൊതുവെ യാത്ര ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ മൊത്തം സുസുക്കി, ടൊയോട്ട അങ്ങനത്തെ വണ്ടികളാണ്. അങ്ങനെ ടാറ്റയുടെ വണ്ടികളിൽ ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ നിരന്തരമായി യൂസ് ചെയ്തിട്ടില്ല. പ്രജിമോനുമായിട്ട് കൂടിയതിന് ശേഷമാണ് ടാറ്റയിൽ യാത്ര തുടങ്ങിയത്. ആൻഡ് ഹാരിയറിൽ ഈ ഇടയ്ക്ക് നമ്മൾ ലോങ് പോയിരുന്നു. ആൻഡ് അത്യാവശ്യം കിട്ടിലായിട്ട് നമുക്ക് ലൈക്ക് എന്താ ക്ഷീണം അറിയുന്ന ഒരു പരിപാടിയില്ല. അന്ന് കൊച്ചി പോയിട്ട് പാതിരാത്രി ഓടിച്ചിട്ട് വന്നപ്പോൾ പോലും ഭയങ്കര സ്മൂത്തായിട്ട് ലൈക്ക് ഇവൻ എന്നെ ഏൽപ്പിച്ചിട്ട് അവൻ കിടന്ന് തുടങ്ങി. നമ്മൾ നല്ല പറപ്പിച്ച് വണ്ടി ഓടിച്ചു, എന്നിട്ടും നല്ല സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് സ്പീഡ്? എങ്ങനെയുണ്ട്? ടോപ്പ് എത്ര അടിച്ചിട്ടുണ്ട്? ഔട്ട്സൈഡ് കേരള 185. ഓക്കെ, ഔട്ട്സൈഡ് കേരള 185. ഓക്കെ, ഞാനന്ന് 120 കണ്ടു പോയുള്ളൂ. സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയേണ്ട ഒരു ബേസിക് ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ പല വണ്ടികൾക്കും നമ്മളിപ്പോൾ സ്റ്റേബിൾ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും. ഇതിന്റെ കാര്യത്തിൽ എനിക്ക് പറയാം അടിപൊളിയാണ്, വണ്ടി സ്റ്റേബിൾ ആണ്. ബോഡി റോളും കാര്യങ്ങളൊക്കെ ഭയങ്കര മിനിമലിസ്റ്റിക് ആണ്. പിന്നെ ഇപ്പൊ നമ്മളിപ്പം 130 140 അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ഇപ്പം ലോ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ സ്റ്റിയറിംഗ് ഭയങ്കര ലൂസ് ആയിരിക്കും. പക്ഷേ നമ്മൾ അത്യാവശ്യം ഒരു 100 റേഞ്ചിനൊക്കെ മണ്ടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഫേം ആണ്. നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് വണ്ടി, നമുക്ക് ആ ഫീഡ്ബാക്ക് ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് സ്റ്റിയറിംഗ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ വണ്ടിക്ക് ഒരു ഒന്നും പറ്റത്തില്ല, ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നുള്ള കോൺഫിഡൻസ് വണ്ടി തരും. പിന്നെ ചെറിയ ഡീമെറിറ്റ്സ് ഒക്കെ ഇല്ല, നല്ല ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. ചില ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചില സമയത്ത് ഇത് കുറച്ച് ഗിമിക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില സമയത്ത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ആക്ച്വലി പുതുതായിട്ട് വന്ന അപ്ഡേറ്റിനകത്ത് മാറിയ സാധനമാണ്, ഗിയർ ലിവർ അല്ലേ? അല്ലേ, അതിന് മുമ്പില്ലല്ലോ. ഓക്കെ, ഇത് ചിലര് പറയുന്നു ഇത് ഇപ്പം നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ഗിയർ മാറുന്ന കറക്റ്റായിട്ട് വീഴുന്നില്ല? ഒരു കുറച്ച് കേട്ടോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു എററായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില സമയത്ത് ഒരു ഇതാകുന്നുണ്ട്, ലാഗായിട്ട് ഫീൽ ചെയ്യും. ഞാൻ 2 വട്ടമൊക്കെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ വരുന്നത്. പിന്നെ ആളുകൾ പറയുന്നോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഞെക്കുമ്പോൾ വേറെ സ്വിച്ചായി പോയി ഞെക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഫിസിക്കൽ ടച്ചസ് ഒന്നും ഇല്ല. ഇത് ഫുൾ ലൈക്ക് ഇതിനകത്ത് സ്ക്രീനിനകത്ത് പാനലിനകത്ത് വരുന്നതാണ്, ഇൻക്ലൂഡിങ് ഹസാർഡ് ലൈറ്റ് ഉൾപ്പെടെ ടച്ച് പോലാണ് പ്രവർത്തിക്കുന്നത്. കണ്ടാ, ഇപ്പോൾ ഹസാർഡ് ലൈറ്റ് ഡോൺ ആണ്. ഇത് ചില സമയത്ത് എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആൾക്കാർ ഇടാൻ വേണ്ടി ഇങ്ങനെ ലൈക്ക് വെപ്രാളം പിടിച്ച് അറിയാലോ, പെട്ടെന്ന് വന്ന് ഇങ്ങനെ തൊടാൻ ഇപ്പൊ തന്നെ ലൈക്ക് നമ്മളെ തൊട്ടു ഓഫ് ആയിട്ടില്ല. കണ്ടോ, നമ്മളത് അപ്പൊ പെട്ടെന്ന് ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ എങ്ങനെ മര്യാദയ്ക്ക് ഓടുന്നത്? എനിക്ക് മര്യാദയ്ക്ക് തൊടാൻ പറ്റുന്ന ഞാൻ ഇതിന്റെ നമ്മളിപ്പോ ഇപ്പൊ നീ ഒരു സാംസങ്ങും iOS-ഉം ഫോണുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാ, രണ്ടിന്റെയും ഫീഡ്ബാക്ക് സെയിം ആണ്. അത് വ്യത്യാസമുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് ആദ്യമായിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടാ, പക്ഷെ ഇതിനകത്തില് മര്യാദയ്ക്ക് ചെക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർക്കിംഗ്. കണ്ടോ? ഓക്കെ, എനിവേ സ്ക്രീനിന്റെ കാര്യമായിട്ട് വരുവാണെങ്കിൽ 10.2 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. എനിക്ക് ഫുൾ ഓപ്ഷൻ എത്ര വരുന്നത്? 12.3 സംതിങ്. ഓക്കെ, നൈസ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതായിരിക്കും ഫുൾ ഓപ്ഷന് വരുമ്പോൾ. ഇത് അത്യാവശ്യം ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് പറയാനുള്ളത്? അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. ഞാൻ പിന്നെ വേറെ ഇതിനൊന്നും കമ്പയർ ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, 3D കിട്ടുന്നുണ്ട്. വെള്ള കളർ അതാണ് ഒരു ചെറിയൊരു കാശ് കൊടുത്ത് മേടിച്ചിട്ട് വെള്ളം വണ്ടിയോ? പിന്നെ ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാം. ഓക്കെ, സൈഡ് ആണെങ്കിലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. 3D 2D സൈഡ് വ്യൂ. ഓ നൈസ്. ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും ഗൈസ്, തോണ്ടാക്കിടക്ക് നമ്മുടെ പിന്നെ എൻഫോർടൈൻമെന്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻഫോർടൈൻമെന്റിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇതേപോലെ തന്നെ ആശാൻ ഓൺ ആവത്തില്ല, വണ്ടി ഓൺ ആയിരിക്കും. കൊച്ചി പോയപ്പോ എന്തോ ക്യാമറ ഓൺ ആയില്ലല്ലോ. ഞാൻ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഇപ്പൊ 5-6 മാസം ആയതുള്ളൂ. ഇതിലൊരു 3 വട്ടം ഈ സംഭവം ഇത് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓൺ ആക്കുമ്പോഴത്തേക്കും പോകും. പിന്നെ ചില സമയത്ത് ഒരു സമയത്ത് എന്താ കോൾ അറ്റൻഡ് ആവുന്നില്ലായിരുന്നു, അതെന്തോ കണക്ടിങ് എറർ ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇത് കുത്തിയിരുന്ന് സെറ്റിംഗ്സ് ഒക്കെ മാറ്റി ഞാൻ ഒന്ന് റീബൂട്ട് ചെയ്ത് എടുക്കുവായിരുന്നു. റീബൂട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് അപ്പം അങ്ങനെ ബഗ്ഗിന്റെ കൂമ്പാരങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഇത് രണ്ടും മാത്രം ചെറിയൊരു ബഗ്ഗായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ലൈക്ക് നല്ല പ്രീമിയം മെറ്റീരിയലാണ് ഇതിന്റെ ഇന്റീരിയർ മൊത്തം. ഇത് ലെതർ ആണല്ലേ? ഓ, ഇത് പ്ലാസ്റ്റിക് അല്ല ആക്ച്വലി. ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, ഇതൊരു ലെതർ ഫിനിഷിൽ വരുന്ന എന്തോ ഒരു സംഭവമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ആണെങ്കിലും നമുക്ക് ഭയങ്കര നല്ല പ്രീമിയം ലെതർ ആൻഡ് സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്ലോസി പീസാണ്. ഗ്ലോസി പീസിനെ പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ്? ഗ്ലോസി ഫീലിന് വേണ്ടി ഞാൻ ഒരു തുണി ഇതിനു വേണ്ടി തന്നെ വെച്ചിട്ടുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുടക്കാറുണ്ട്. ഇത് എനിക്ക് കൈപ്പാട് വരും അല്ലേ? ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്, എവിടെ തൊട്ട് കഴിഞ്ഞാലും ഫിംഗർ പ്രിന്റ്. പക്ഷെ അതിപ്പം അത് ഞാൻ ആദ്യം എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ ഇപ്പം മറ്റേ നമ്മുടെ എന്താ V6 ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും ഇതുള്ള ഇപ്പൊ ഇനി എല്ലാരും ഇത് ചെയ്യണം. ഭയങ്കര ഫേം ആണ്. എടാ ക്വാളിറ്റി വൈസ് ഞാൻ പറയുവാണെങ്കിൽ ക്വാളിറ്റി വൈസ് എന്ന് പറഞ്ഞ് വെറുത്താണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അത് അവരുടെ അഡാപ്ഷൻ കാരണം.
നൈസ് ഗൈസ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3 മോഡ് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് എന്തൊക്കെയുള്ളത്? Rough road mode is activated. Wet mode is activated. ഇങ്ങനെ 3 ടെറൈൻ മോഡുകളും പിന്നെ ഇത് കണ്ടോ, എക്കണോമി ഡ്രൈവ് മോഡ്, സ്പോർട്സ് മോഡ് ഇവിടെ റെഡ് വരും. ഇത് കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒത്തിരി കളേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ കൂടെ പറ്റണമായിരുന്നല്ലേ? എങ്ങനെയാ ഇത് ഫുൾ എല്ലാ കളറിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതി. ഇതിലിപ്പോ 3-4 കളറിലോട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിന് മണ്ടക്കോട്ടില്ല. ആംബിയൻ ലൈറ്റ്സ് മണ്ടയ്ക്ക് നമ്മുടെ പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്, അതിലും വരുന്നുണ്ട്, ഈ ഒരു ഇതിലും വരുന്നുണ്ട്. ഇത് ഡോർ ഹാൻഡിൽസിലൊന്നും ഇതില്ല. ഈ ഒരു ലോഗോ ആളുകളൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത്. എനിക്ക് ഇതിന്റെ ഹോൺ അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. ചില സമയത്ത് അടിക്കാൻ, ചില സമയത്ത് അടിക്കുമ്പോ ഇതൊക്കെ അങ്ങ് പ്രസ് ആവുന്ന പോലെ. ഇത് പ്രസ് ഇവിടെ ആവത്തില്ലല്ലോ. അവിടെ പ്രസിംഗ് ഉണ്ടോ? അവിടെ പ്രസിംഗ് ഉണ്ട്. ഇത് പിന്നെ കോൾഡ് കണ്ടേ? അല്ലടാ, ഹോണിന്റെ പ്രസിംഗ് പ്രസിംഗ് ഇല്ല. ഹോണിന്റെ പ്രസിംഗ് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അത്ര അങ്ങോട്ട് പെട്ടെന്ന് വണ്ടി പിടിച്ചോണ്ടിരിക്കുമ്പോഴേ അത് നമുക്ക് വേറെ അങ്ങനെ ഒരു തെന്നലുണ്ടല്ലോ, ആ ഒരു ഫീൽ വരുന്നുണ്ട്. അതാണ് പ്രശ്നം. അത് അവർ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും അടുത്ത വട്ടം വരുമ്പോഴത്തേക്ക് പുതിയ. കാരണം എനിക്ക് തോന്നുന്നു ഈ സ്ക്രീൻ പണ്ടത്തെ ബസ്സിന്റെ കൂട്ടി ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് കണ്ടോ, നമുക്ക് ഇവിടെ വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. നല്ല കളർഫുൾ ഡിസ്പ്ലേ. എനിക്ക് ഈ പുതിയ അപ്ഡേറ്റ് വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കണ്ടോ, ഇതിനകത്ത് തന്നെ ഇപ്പം ഇത് കണ്ടോ, റഫ് മോഡുകൾ മാറ്റുമ്പോഴത്തേക്ക് അതിൽ ആനിമേഷൻ ഒക്കെ ഉണ്ടല്ലേ? അതെ. വേറെ എന്തൊക്കെയുണ്ട്? Rough road mode മാപ്പ് കാണിക്കുന്നുണ്ടോ? ഗൂഗിൾ മാപ്പ് ഒക്കെ ഇടുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഇടും, മാപ്പ് ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, വേറെ Wet mode is activated. അപ്പം അതിനകത്തിൽ തന്നെ ഇപ്പം കിലോമീറ്റർ റേഞ്ച് കാണിക്കും, നമുക്ക് നാവിഗേഷൻ കാണിക്കാം, മീഡിയ. ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിങ്, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. ഇപ്പം അതാണ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആണ് ഇതേപോലെ നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മാറ്റിയേക്കുന്നത്. സർവീസ് ചെയ്തിട്ട് ഇപ്പം 2 ദിവസം സെക്കൻഡ് സർവീസ് സർവീസിന് 1400 രൂപയാണ് ഇതിന് വരുന്നത്. സെക്കൻഡ് സർവീസിന് വീൽ അലൈൻമെന്റിന് വാങ്ങുന്നത്. പിന്നെ ഈ ഫ്ലൂയിഡിന്റെയും കൂടെ പൈസ കൂടെ ചേർത്തിട്ട് ഒരു 3 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. അല്ലാതെ സർവീസ് കോസ്റ്റ് ആയിട്ടൊന്നും അവരെടുത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗിയർ നോബിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിനകത്ത് വരുന്നത് ഇലക്ട്രോണിക് ഓട്ടോ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. ഈ ഓട്ടോ ഹോൾഡിന്റെ ഉപയോഗം കേട്ടത്തിൽ കൊണ്ട് എടുത്തിട്ട് ബ്രേക്ക് ഇട്ടില്ലെങ്കിലും അവിടെ പോയി നിർത്തും. ഇത് പ്രസ് ചെയ്യുന്ന സമയം വരെ അല്ല. ഈ ഓട്ടോ ഹോൾഡ് നമുക്ക് എനേബിൾ ആക്കി ഇടാം. എനേബിളിങ്ങും ഡിസേബിളിങ്ങും മാത്രമേ ഉള്ളൂ, അതിൽ പ്രസ് ചെയ്തിട്ടല്ല, അങ്ങനല്ല. അല്ല. ഓക്കെ, ഇതിന്റെ അകത്ത് ഈ ഒരു ഹെഡ് നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് 12 വോൾട്ടിന്റെ സോക്കറ്റും ആൻഡ് ഒരു 5 വോൾട്ടിന്റെ ഒരു എ ടൈപ്പും ഒരു സി ടൈപ്പും നമുക്ക് ഇതിന്റെ അകത്ത് കാണാം. എന്നിട്ട് നമ്മൾ കേബിൾ ഈ സൈഡിൽ കൂടെ കൊണ്ട്, അത് നല്ലൊരു സംഭവമാണ്. ഞാനിത് കണ്ടില്ല, ഞാനിപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് ഇത് കൂൾഡൊന്നും അല്ലല്ലോ അല്ലേ, നോർമലാണ്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കപ്പ് ഹോൾഡേഴ്സ് ഉപയോഗിക്കുന്നത് താക്കോലിട്ട് വെക്കാനാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിലും കൂൾഡാണ് ആൻഡ് ലൈറ്റ് ഉണ്ട്, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് അത്ര ഇങ്ങോട്ട് കൺജസ്റ്റൻ വന്ന പോലൊരു സംശയം. ഇതിനകത്തൊരു ഫോൺ കയറ്റി വെക്കുമ്പോൾ വയർലെസ് അല്ലേ? വയർലെസ്. എൻ്റെ ആനക്കൈ എങ്ങനെ അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്, ഫോൺ എടുക്കാനും. പിന്നെ ഒരുമിക്ക എല്ലാ വണ്ടികളിലും ഇപ്പം ചെറിയ വണ്ടികളിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ലെഗ് ഇവിടെ ഇച്ചിരി പ്രശ്നം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ തട്ടുന്നതായിട്ട് ഈ തട്ടി എനിക്ക് അത്യാവശ്യം ഞാൻ 6 feet ടോൾ ആണ്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് ഫ്രണ്ടിൽ കയറി എനിക്ക് ബാക്ക് സൈഡിൽ കയറിയപ്പോഴും വലിയൊരു വണ്ടിക്കകത്തിരിക്കുന്ന പോലെ, വലിയ വണ്ടിയാണ് പക്ഷെ വലിയ വണ്ടിക്കകത്തിരിക്കുന്ന നല്ല ലക്ഷറി വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീലും അത്ര കുലുക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സസ്പെൻഷനൊക്കെ എങ്ങനെയുണ്ട്? സസ്പെൻഷനൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു ഗട്ടറിൽ വീഴുവാണെങ്കിൽ അത്രയും ഒരു നമുക്ക് ജെർക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും വണ്ടി നമുക്ക് വീണതായിട്ട് മനസ്സിലാവും. കാരണം ഇൻസൈഡിലേക്ക് ആ ഒരു ശബ്ദം വരും, അത്രയും അബ്സോർബ് ചെയ്യത്തില്ല. പക്ഷെ നോർമൽ നമ്മുടെ സാധാരണ കുണ്ടും കുഴിയിലൊക്കെ വീഴുവാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കുഴി വീഴുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബേസ് ക്ലാസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ രീതി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സസ്പെൻഷൻ സൈഡിലേക്ക് നോക്കുമ്പോൾ അത്ര ഇതല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് വെരി ഡീസൻറ്റ്. ഞാൻ ബാക്ക് സൈഡിൽ ഇരിക്കട്ടെ, ബാക്ക് സൈഡിൽ നിന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ലേ, നീ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കൂട്ട് കൊടുക്കട്ടെ. നല്ല ഇതിനകത്തുനിന്ന് ഇറങ്ങുവാണെങ്കിലും നമുക്ക് ചവിട്ടുന്ന സാധനത്തിൽ ചവിട്ടിയിട്ട് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. അത്ര നല്ല ഹെവിയാണ്. ഇപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിലും കയറാനാണെങ്കിലും അങ്ങനെ അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കണ്ടോ, നല്ല സുഖമായിട്ടിരിക്കാം നമുക്ക്, നല്ല കിഡിലായിട്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, അത്യാവശ്യമല്ല നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ.
ഇതൊരു ഹെവി വണ്ടി തന്നെയാണ് ഗൈസ്, നല്ല 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 ഹെവി വണ്ടി തന്നെയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് AC വെൻ്റ് കാണാം. ആൻഡ് ഡോറൊക്കെ നല്ല ഹെവി ഡോറാണ്. ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, ടാറ്റയുടെ വണ്ടിയാണ്. ബാക്ക് സൈഡിൽ നല്ല വിശാലമായ ഒരു പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഡോറ് 90 തുറക്കത്തില്ലേ? ഡോർ അത്ര തുറക്കത്തുള്ളൂ കേട്ടോ, 90 തുറക്കത്തില്ല. ആൻഡ് ഇനി എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഒരു 30 ലക്ഷം രൂപ കൈ തരുന്നു. ഇനിയും ഹാരിയർ എടുക്കാൻ ഇപ്പം 30 ലക്ഷം കൊണ്ട് ഞാൻ വരുവാ. അമ്മയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോട് ചോദിക്കേണ്ട. അല്ല, എന്നാലും ഞാൻ ഇത്രയും നാൾ ഹാരിയർ ഓണർ എന്നല്ല, ഓടിച്ച നിലയിൽ ഞാൻ ചോദിക്കും, 30 ലക്ഷം രൂപയ്ക്ക് ഹാരിയർ വർത്താണോ? 30 ലക്ഷം രൂപയ്ക്ക് ഹാരിയർ വರ್ತല്ല. XUV 700 ആണ് ഇച്ചിരി വർത്ത്, കുറച്ചുകൂടെ വർത്ത്. ഫീച്ചേഴ്സ് വൈസ് ആണോ നീ നോക്കുന്നത് അതോ? ഫീച്ചർ വൈസ് ആയാലും 2.2 ലിറ്റർ ആയാലും അങ്ങനെ നോക്കുവാണെങ്കിൽ XUV 700 എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, ഹാരിയർ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേറൊരു വണ്ടിയോട് ഇഷ്ടപ്പെടുകേടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ആസ് എ മോട്ടോ വ്ളോഗർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ള XUV 700 യു ക്യാൻ ഡയറക്റ്റ്ലി ഗോ ഫോർ ദം. പക്ഷേ അതിന് നോക്കുവാണെങ്കിൽ ഇതേപോലെ ഡാർക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ചെയ്യേണ്ടി വരും ഇതെല്ലാം. പക്ഷെ അതിന് 2.2 ലിറ്റർ വരുന്നുണ്ട്. ഇതിനെക്കാട്ടിലും ബ്ലാക്ക് ഭയങ്കരമായിട്ട് തലക്ക് പിടിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് കണ്ണടച്ചെടുക്കാം. ഭയങ്കര പ്രീമിയം പവറും ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനൊക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ XUV 700 തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ കമ്പയർ ചെയ്തിട്ടല്ലേ ഈ വണ്ടി എടുത്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടു, എടുത്തു. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഞാൻ നല്ല രീതിയിൽ അഗ്രസീവ് ഒക്കെ ആയിട്ടാണ് ഓടിക്കുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഞാൻ വീട്ടുകാരല്ല മാത്രമല്ല നാട്ടുകാരും ഞാൻ നോർമലിലാണ് ഓടിക്കാറ്. പക്ഷെ എന്നാലും ഒരു 10.5ഒക്കെയാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്, 14 കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മൾ ഓടി A to B എന്നുള്ള രീതിയിലാണ്. എങ്ങനെ പൊളിച്ചോടിച്ചാലും 10 താഴെ പോത്തില്ല. 10 താഴെ പോത്തില്ല. ഇല്ല, 100% ഉറപ്പ് 10 താഴെ പോത്തില്ല. അതൊരു നല്ല കാര്യം. എൻ്റെ വീട്ടിൽ കിടക്കുന്ന XL6 എപ്പോഴും 9 ആണ്. 9.5 മണ്ടയ്ക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ഓടിക്കുന്ന സമയത്ത് കണ്ടിട്ടേ ഇല്ല. അതൊരു പെട്രോൾ 1.5 ആണ്. ഇത് ഡീസൽ 2 ലിറ്റർ ആയിട്ട് പോലും, ഡീസൽ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഈ 10 എന്നൊക്കെ പറയുന്നത് വലിയൊരു ഫിഗർ അല്ല, കാരണം അത് കുറഞ്ഞൊരു ഫിഗർ തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴും അഗ്രസീവായിട്ട് ഓടിച്ചാലും 10 കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് കുറവാണ്. ഓക്കെ, അപ്പോൾ ഹാരിയറിനെ പറ്റി ഇനിയും പ്രത്യേകിച്ച് സർവീസ്, ടാറ്റയുടെ സർവീസ് അങ്ങനെ ഇവിടെ അങ്ങനെ സർവീസ് ചെയ്തിട്ടില്ലല്ലോ, സർവീസ് അല്ലേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സർവീസിനെ പറ്റി പറയാൻ വോയിസിലായിരിക്കും. പോയിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയാം പ്രോപ്പർലി. ഇതൊരു റിവ്യൂ അല്ല, ഇതിപ്പം ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തെ ചുമ്മാ ഒരു വ്ളോഗ് പോലെ സെറ്റപ്പിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിച്ചങ്ങ് നിർത്തിയേക്കാം. അപ്പം സ്വന്തം വണ്ടി അല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള അഭിപ്രായം ഇപ്പം നിങ്ങൾ ഈ ചോദിക്കുന്ന പോലെ കമ്പാരിസൺ വേണം, 30 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേറെ പല വണ്ടികളുടെ പേരും പറയും. നമ്മൾ ഇതിനെ ഇഷ്ടപ്പെട്ടു, ഇതിനെ കൊണ്ടുവന്നു. അത് വീട്ടിലെ എനിക്ക് ഹാരിയർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പക്ഷേ ഒരാൾ പോലും ഞാൻ പറയാം, ഹാരിയർ ഞാൻ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാരിയർ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് മറ്റേതായിരുന്നല്ലോ എന്ന് പറഞ്ഞ പലവരും കയറി ഇരുന്നിട്ട് ടാറ്റ ഇത്രയും ഇമ്പ്രൂവ് ആയോ എന്ന് ചോദിച്ച ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ട്. അതെനിക്കൊന്ന് പഴയ ഹാരിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഹാരിയർ ഭയങ്കര മാസീവായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതെ. പഴയ ഒരു ഹാരിയർ എൻ്റെ ഒരു റിലേറ്റീവിനുണ്ട്, അതും സെയിം ഡാർക്ക് എഡിഷൻ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 100 മാർക്ക് എക്സ്ട്രാ കൊടുക്കാവുന്ന രീതിയിൽ പുതിയ ഹാരിയർ മാറിയിട്ടുണ്ടെന്ന് എഴുതി വെച്ചുതരാം. അതുപോലെ തന്നെ കിഡിലും ഫീച്ചേഴ്സും കിഡിലും ബിൽഡ് ക്വാളിറ്റിയും ഭയങ്കര എന്തൊക്കെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പറയാതെ തന്നെ വേണം. അതുപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്, നമുക്ക് നല്ല റിലയബിൾ ആണ്. പിന്നെ ഇതേപോലെ സർവീസിന്റെ പ്രശ്നങ്ങളായിരിക്കാം ടാറ്റ എടുക്കാത്തത്. പിന്നെ ഇതേപോലെ അല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഗൈസ്, സർവീസ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാറ്റ എടുക്കാതെ മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ടാറ്റയുടെ വണ്ടി അടിപൊളിയാണ്. പ്രൊമോഷൻ ഒന്നുമില്ല, ടാറ്റയ്ക്ക് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഉപയോഗിച്ച നിലയ്ക്ക്, കണ്ട നിലയ്ക്ക്, യാത്ര ചെയ്ത നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ടാറ്റയുടെ വണ്ടി അടിപൊളിയാണ്. സർവീസ് നല്ലത് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ സർവീസ് ചെയ്താൽ മാത്രം മതി, അടിപൊളിയായിരിക്കും. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും പുതിയ സർവീസ് സെൻറ്റേഴ്സൊക്കെ പുതിയത് വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ പൂട്ടി പോകാനുള്ളടത്തൊന്നും പോയി തല വെച്ച് കൊടുക്കാതെ, കുറേ പേർക്ക് പൂട്ടി പോയടുത്ത് പോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ NCS അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ നോക്കിയിട്ട് നല്ലപോലെ അന്വേഷിച്ചിട്ട് ടാറ്റ വണ്ടി എടുത്തോ, ഒരു കുഴപ്പമില്ല. കമ്പനി വൈസ് ഓക്കെയാണ്, പക്ഷേ സർവീസ് വൈസ് ആണ് പ്രശ്നങ്ങൾ മൊത്തം. അത് മനസ്സിലാക്കിയിരിക്കുക. എനിവേ, ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഒരു ഹാരിയറിൻ്റെ റിവ്യൂ തന്ന പ്രജിമോന് താങ്ക് യു സോ മച്ച് ഫോർ ആൻഡ് എൻ്റെ പ്രജിമോൻ കൂടെ കാണും കുറേ നാൾ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ. പ്രജിമോന്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് 10 പേരല്ലേ നിങ്ങൾ കാണുന്നത്? 10 പേര് പോകണം. ഓക്കെ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇനി നമ്മുടെ ചാനലിൽ ഹോം ടൂർസും കാറിന് റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ ചാനൽ ഉണർത്താൻ പോവുകയാണ്. ഐ എം ബാക്ക് ടു യൂട്യൂബ് ഓക്കെ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ സൈനിങ് ഓഫ്. ബൈ, സി യു. ഇവിടെ ഹാരിയർ, അവിടെ നമ്മുടെ ഗ്ലാൻസ.